ഉണ്ടാകും. ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. ഇതിൻ്റെ ഒരു രണ്ടാം പാർട്ട് ഞാൻ വ്യക്തിപരമായി ഹൈദർ അലി തങ്ങളെ ഒരു 10 മിനിറ്റ് കൂടി പറയാൻ ശ്രമിക്കുക. ഇതുവരെ ഞാൻ അക്കാഡമിക്കലായി പറയും. ഹൈദർ അലി ശിഹാബ് തങ്ങള് ലോങ് യാത്ര കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയാൽ ഞാനിങ്ങനെ പറയുമ്പോൾ ഫോട്ടോയിലേക്ക് നോക്കിയിരിക്കട്ടോ. ഈ ഫോട്ടോയിൽ നോക്കാൻ പറ്റുമോ എന്നുള്ള മസല നിങ്ങൾ എന്നോട് ചോദിക്കരുത്. ഞാൻ ഫത്വ പറയുന്ന ആളല്ല. നമ്മൾ പാവങ്ങളെല്ലാം ഒന്നും, അതുകൊണ്ട് അത് നോക്കി മനസ്സിനൊരിതുണ്ടാകാൻ വേണ്ടി ദൂരയാത്ര കഴിഞ്ഞു. ഞാനിപ്പോൾ പറയാൻ പോകുന്ന സംഭവത്തിന് സാക്ഷ്യം വഹിച്ചാലാണ് ആ 3 പേരിൽ മുമ്പിൽ വരുന്ന ജുനൈദ് വാഫി. ആദ്യം എന്നോട് പറയുമ്പോൾ മൂപ്പരാണ് എന്നോട് പറഞ്ഞത്. നിങ്ങൾ എൻ്റെ ഒരു കറാമത്താലോചിച്ചൊക്കെ ഞാനിത് പറയാൻ തുടങ്ങുമ്പോൾ മൂപ്പരോട് വന്നു. അന്ന് ഉണയില്ല. അതായത് ഹൈദർ അലി തങ്ങൾ മരിച്ചതിൻ്റെ 2-3 ദിവസം വന്നത് പാണക്കാട് ജാമ്യയിൽ ദിക്ർ മജ്ലിസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പാണക്കാട് പോയി. രാഹുൽ ഗാന്ധിയൊക്കെ വന്ന ദിവസം ഞങ്ങൾ കുറച്ച് വൈകിട്ടാണ് എത്തുന്നത്. ചെന്നപ്പോൾ തന്നെ അമീദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു ഭക്ഷണം കഴിച്ചോളിന്ന്. ഞങ്ങൾ ജാമ്യയിൽ നല്ല ഭക്ഷണം കഴിച്ചിട്ടാണ് വരുന്നത്. അത് പറഞ്ഞപ്പോൾ മൂപ്പർ പറഞ്ഞു ഇവിടുത്തെ ബർക്കത്താണ്, അത് കളയണ്ടെന്ന് പറഞ്ഞു. ഈ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ചാടി വീഴുന്ന ഉറപ്പില്ല. എത്ര വയറ് പറഞ്ഞാലും പിന്നെ ഞങ്ങൾ ഇവിടെ നെയ്ച്ചോറ് ഇറച്ചി കഴിക്കാൻ വേണ്ടി ഹബീബ് നിങ്ങളെ വേറൊരു രസം അതിൻ്റെ ഇടയിലുണ്ടായി. അവിടുത്തെ പണിക്കാരൻ വന്ന് പറഞ്ഞു ലൈറ്റ് ഓഫ് ആക്കാൻ പോവാണ്. ഞാൻ ചോദിച്ചു എന്താണ് ലൈറ്റ് ഓഫ് ആക്കുന്നത്? ആ കുട്ടികൾ കുറേ ദിവസമായി 2-3 ദിവസമായി ഉറങ്ങിയിട്ട് അതുകൊണ്ട് ലൈറ്റ് ഓഫ് ആക്കി ആൾക്കാരൊക്കെ പൊയ്ക്കോളും. അപ്പം ഞാൻ പറഞ്ഞു എല്ലാവരോടും പൊയ്ക്കോളാൻ പറഞ്ഞാൽ പോരെ, ഏതെങ്കിലും ഒരു തങ്ങൾ പറഞ്ഞാൽ എല്ലാവരും പോവില്ലേ? അപ്പൊ ആ നാടൻ മനുഷ്യൻ പറയും അവിടുത്തെ പണിക്കാരൻ അവറാനല്ല, വേറൊരു പണിക്കാരനാണ്. പാണക്കാട്ടേക്ക് വന്നവരോട് ആരും പാണക്കാട്ട് ഒരു തങ്ങളും ഇറങ്ങിപ്പോകാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇറങ്ങിപ്പോകാൻ ഈ തറവാട്ടെന്ന് പറഞ്ഞിട്ട് ഗേറ്റ് അടക്കാതെ അവർ 2-3 ദിവസമായി ഉറങ്ങിയിട്ട് ക്ഷീണാണ്. അതുകൊണ്ട് ലൈറ്റ് ഓഫ് ആക്കി ആൾക്കാർ പോയിക്കോളുമല്ലോ. ആൾക്കാർ പോയൊന്നുമില്ല, ലൈറ്റ് ഓഫ് ആക്കി. ഇതല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഞങ്ങൾ പാണക്കാട് പള്ളിയിൽ അർദ്ധരാത്രിയിൽ സിയാറത്തിന് മുമ്പ് ഇശാ നിസ്കരിക്കുമ്പോൾ ഇദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞല്ലേ ജുനൈദ് വാഫി, ഞാൻ ഫേസ്ബുക്കിൽ വേറെ ആളുടെ പേര് എഴുതിയത്. ജുനൈദ് വാഫി എന്നോട് പറഞ്ഞു ഈ മിഹ്റാബിൻ്റെ പിറകില് വിദൂര യാത്ര കഴിഞ്ഞ് നോക്ക് നിങ്ങൾ ഈ തങ്ങളുപ്പാപ്പ എത്ര ദൂരമൊക്കെ സഞ്ചരിച്ച് കാസർഗോഡ് ഇങ്ങോട്ട് പോയാൽ തെക്കൻ കേരളത്തിൽ ആലപ്പുഴ, കോട്ടയം, ചങ്ങനാശ്ശേരി, ഇങ്ങ് വയനാട്, ഞങ്ങളുടെ തൃശ്ശൂർ, അവിടെ നിന്നൊക്കെ പരിപാടി കഴിഞ്ഞ് നമ്മളൊക്കെ ഉദ്ഘാടനം കഴിഞ്ഞ് തങ്ങൾ പോണത് കാണുക. പിന്നെയും പല വീട്ടിലും കയറി പല പരിപാടിയിലും പിന്നെയും പങ്കെടുത്തൊരു 2 മണിക്കോ 1 മണിക്കൊക്കെയാണ് പാണക്കാട്ട് കൊടപ്പനക്കൽ തങ്ങളെത്തുന്നത്. എല്ലാ തങ്ങന്മാരും ബീവിത്താത്ത വാതിൽ തുറന്നു കൊടുത്തിട്ട് എത്ര നേരമാണ് ഒപ്പിരുന്നിട്ടുണ്ടാവുക. തഹജ്ജുദിന് വേണ്ടിയിട്ട് പാണക്കാട്ട് പള്ളിയിൽ ഹൈദർ അലി ശിഹാബ് തങ്ങൾ വന്നിരിക്കാറുണ്ട്. 1-ാമത്തെ സഫിൽ സുബഹി ബാങ്ക് മുഴങ്ങുന്നത് വരെ ദിക്റിലും ദുആയിലും ഖുർആൻ പാരായണമായ തങ്ങൾ അവിടെ ഇരിക്കും. തിരൂരുകാരെ അതിലിപ്പോ എന്താണ് അത്ഭുതം? നമ്മളും താഴത്ത് നിസ്കരിക്കാറുണ്ട് എന്നല്ലേ? എന്നാൽ എനിക്ക് അത്ഭുതമാണ്. കാരണം എന്നെ പോലെ ഒരു മനുഷ്യനല്ല അദ്ദേഹം. ഞാൻ താഴത്ത് നിസ്കരിച്ചാലും ഇല്ലെങ്കിൽ അതൊരു അത്ഭുതമില്ല. പക്ഷെ ഹൈദർ അലി ശിഹാബ് തങ്ങള് ലക്ഷക്കണക്കായ ആളുകളുടെ മുന്നിൽ നിന്ന് ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞിറങ്ങി പോരുന്നൊരാൾ. അത് നമുക്കൊരു പ്രഭാഷകനായ മനസ്സിലാവും. ഇത്തിരി ഇഖ്ലാസ് ഇല്ലെങ്കിൽ നമ്മളെ പിടിക്കും. എന്തെന്നറിയോ? പടച്ചോനെ ഞാൻ 10 ലക്ഷം ആൾക്കാരുടെ മുമ്പിൽ ഉദ്ഘാടന പ്രസംഗം കേട്ടില്ലേ ഇറങ്ങിപ്പോണത്. അപ്പൊ നമ്മൾ വീട്ടിലൊക്കെ എന്ന കുട്ടികളോടൊക്കെ അപ്പൊ കാരണം നമ്മൾ ഉദ്ഘാടനം ചെയ്ത വലിയ മനുഷ്യനില്ലേ? അല്ല, അങ്ങനെ ഒരു തോന്നൽ നമുക്ക് വരും. അള്ളാഹു കാക്കട്ടെ. ഭാര്യയുടെ മുമ്പിൽ നമ്മൾ എന്താണ് നിങ്ങൾ വന്നാണ് നിങ്ങൾ പറയില്ലേ? അപ്പൊ നമ്മൾ ഞാൻ ഉദ്ഘാടനം ചെയ്താൽ എൻ്റെ മുമ്പിൽ ലക്ഷക്കണക്കിന് ആളുണ്ടായിരുന്നു. എൻ്റെ പേര് അനൗൺസ് ചെയ്തപ്പോൾ ആൾക്കാർ ഇങ്ങനെ തക്ബീർ വിളിക്കുന്നൊക്കെ എഴുതിയിട്ടുണ്ട് എന്നൊന്നും ചോദിക്കൂല. അത് സാധാരണക്കാർക്കുണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു ഹാങ് ഓവർ ഹൈദർ അലി തങ്ങൾക്ക് ഉണ്ടെങ്കിൽ കേരളത്തിൽ അദ്ദേഹത്തെ പോലെ അങ്ങനെ ഒരു ഹാങ് ഓവർ ഉണ്ടാകാൻ അവകാശമുള്ള വേറെ ഏത് പൊളിറ്റീഷ്യനാണുള്ളത്? വേറെ ഏതൊരു മതനേതാവാണുള്ളത്? നിങ്ങൾ പറ. ഹൈദർ അലി തങ്ങളെ പോലെ ഈ കാലഘട്ടത്തിലെ കാര്യം ഞാൻ പറയാം. കാരണം മതരംഗത്തും സാമൂഹിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും ജാതി മത ഭേദമന്യേ ആദരിക്കുന്ന ഒരു തറവാട്ടിലെ കാരണവരാണ് ചെറിയ മനുഷ്യൻ. ആർത്തലക്കുന്ന സമ്മേളന വേദികളിൽ ഹൈദർ അലി തങ്ങളെ വിളിച്ചൊരു ഓർമ്മ എന്റെ മനസ്സിലുണ്ട്. കാസർഗോട്ടെ SOS സമ്മേളന വേദിയിൽ SKSF സിൽവർ ജൂബിലിക്ക് വേണ്ടി ഹൈദർ അലി തങ്ങളെ ക്ഷണിച്ചത് ഞാനാണ്.
ഭയങ്കര അഹങ്കാരവും അഭിമാനം തോന്നുകയാണ്. നമുക്ക് അഹങ്കരിക്കാൻ പറ്റുന്ന ഒരു കാര്യത്തിൽ അഭിമാനം ഓർത്തലക്കുകയാണ് തിരമാലകളെ പോലെ. എന്റെ അനൗൺസ്മെന്റിന്റെ മുമ്പോണ്ടൊന്നല്ല, KSFന്റെ സിൽവർ ജൂബിലിയെ കുറിച്ച് പറഞ്ഞതും ഹൈദരലി തങ്ങളെ പേര് പറഞ്ഞപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചാൽ മനുഷ്യൻ കിടന്നുറങ്ങാതെ ഒറ്റക്ക് വന്നിരുന്നു തഹജ്ജുദ് നിസ്കരിച്ച് ദിക്റിൽ ഖുർആൻ ഓതി എന്ന് പറയുമ്പോൾ എനിക്ക് അത്ഭുതമാണ്, എനിക്കപ്പോൾ അത്ഭുതമാണ്. അതാണ് പാണക്കാട് പൂക്കോയ തങ്ങളുടെ മകൻ സയ്യിദ് ഹൈദരലി ശിഹാബ്. ചെറുപ്പകാലത്ത് പൂക്കോയ തങ്ങളുടെ അടുത്ത് ഹിന്ദുക്കളിൽ കുറച്ച് ആൾക്കാർ വന്ന് പറഞ്ഞു, ഞങ്ങളുടെ പശുവിനെ കാണാനില്ല. ചരിത്രം പലതരത്തിൽ ഉദ്ധരിക്കപ്പെടും ചിലപ്പെട്ടോ, എനിക്ക് മനസ്സിലായത് പറയാം. അപ്പോൾ പൂക്കോയ തങ്ങൾ പറഞ്ഞു അത് കണ്ടോളൂ പറഞ്ഞു ദ്വയായിരുന്നപ്പോൾ അവർ പറഞ്ഞു 2-3 ദിവസം ഇനി തിരയാൻ ഒരു സ്ഥലമില്ല, ഇനി എപ്പോഴും നോക്കാൻ. അപ്പൊ ഇവർക്ക് മലപ്പുറം SP എടുത്ത് പരാതി കൊടുത്താൽ പോരെ? പശു പോയാൽ എന്താണ് പാണക്കാട് വന്ന് പറയണത്? അല്ലേ? പശു പോയ കൊടപ്പനക്കൽ വന്നിട്ട് പൂക്കോയ തങ്ങളോട് പറയാ മുസ്ലിമാണ് കേട്ടോ. മുസ്ലിമാണെങ്കിൽ പഠിച്ചവരോട് പറഞ്ഞാൽ പോലെ എന്ന് ചോദിക്കുന്നവരുണ്ടാവും. പക്ഷേ മുസ്ലിം അല്ല, അയാൾ ഹിന്ദുവാണ്. അപ്പൊ പോലീസിലാണ് പറയേണ്ടത്. പക്ഷെ പൂക്കോയ തങ്ങളോട് പറഞ്ഞു, തങ്ങൾ പറഞ്ഞ് കിട്ടിക്കോളും. അപ്പോ ഒരു ചെറിയ കുട്ടി, ഹൈദരലി തങ്ങൾ കുട്ടിയാണ്. മുമ്പ് പറഞ്ഞാൽ പശു അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. എവിടെ ഒരു സ്ഥലം കുട്ടിയല്ലേ തങ്ങൾ എന്നാലും പറഞ്ഞ ആ കുട്ടി പറഞ്ഞോട്ട് പോയി നോക്കിയിരുന്നു. അവരോട് പോയപ്പോ അവിടെ പശു ഉണ്ടായി. നിങ്ങൾ എത്രയോ തവണ കൈ പിടിച്ചു മുത്തിയ, നിങ്ങൾ എത്രയോ തവണ വേദിയിൽ ഒരു പാരിജാത പൂ വിരിയുന്നത് പോലെ സന്നിഗ്ധതയോടെ പുഞ്ചിരിച്ചിരുന്ന മനുഷ്യ ഹൈദരലി ശിഹാബ് തങ്ങൾ ജാമ്യയിൽ പഠിക്കുന്ന കാലത്ത് പറയാതിരിക്കണ്ട, ഇത് ഞാൻ ഹൈദരലി ശിഹാബ് തങ്ങളോട് നേരിട്ട് ചോദിച്ച് ഉറപ്പ് വരുത്തിയതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. കാരണം കഥകൾ ഇങ്ങനെ പറയുന്ന ഒരു കാലത്ത് നമ്മൾ ഉള്ള കാര്യങ്ങളെ പറയാവൂ. അനുസ്മരണമാണെങ്കിലും ശരി, മദ്ഹ് പറയുകയാണെങ്കിലും ശരി, ഒരാളിൽ ഇല്ലാത്ത ഔന്നത്യങ്ങൾ നമ്മൾ കെട്ടിച്ചമക്കരുത്. അള്ളാഹു കൊടുത്താൽ അതേ ഉണ്ടാവുള്ളൂ. അള്ളാഹു കൊടുത്താൽ ആര് നിഷേധിച്ചാൽ ഇല്ലാതെ ആവില്ല. നമ്മളിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നുണ പറയരുത്. ഞാൻ